റെഡി 1 2 ഓക്കെ. കൂടുതൽ പിടിച്ചിരിക്കുന്ന ആളാരെ നോക്കുക കേട്ടോ. കൂടുതൽ നിന്ന ആളായിട്ട് അതിൽ നിന്ന് തെരഞ്ഞെടുക്കുക. ഇതിന് മൂസാക്ക തെരഞ്ഞെടുത്തിട്ടോ. 1 2 ഈ കളി കഴിഞ്ഞിട്ട് വേണം ഫൈനൽ വെക്കാൻ. എനിക്ക് തോന്നുന്നില്ല ഇത് ഫൈനൽ വെക്കുമെന്ന്. വലിയ നേരം വെളുക്കോറും മുടിക്കും ഇങ്ങനെയാണെങ്കിൽ. നമ്മളേ ഈ കളി ഇവിടെ നിർത്തിച്ചാണ്ട് ഫൈനൽ വെച്ചാണ്ട് വലിയ അതിൽ കൂട്ടിയാലോ. വല്ല കളി എടുക്കാലോ. മറ്റേ വലിയ തീരൂല, വലിയ വെക്കൂല. ഓക്കെ വെച്ചാളി, രണ്ടാളും വെക്കി. നമ്മളെ ഗെയിം ചലഞ്ച് മത്സരത്തിൽ ഇന്നൊരു പുതിയ ഗെയിം ചലഞ്ചാണ്. ഗെയിം എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ 5 ലിറ്ററിന്റെ ബോട്ടിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുക. 5 ആള് മത്സരിക്കും ഒരു സ്റ്റെപ്പിൽ. നമ്മളിപ്പോൾ 20 ആളോടെ ടോട്ടൽ ഉണ്ട്. 5 ആള് മത്സരിക്കും. 5 ആളില് ആരാ ഇത് ആദ്യം നിലത്ത് വെക്കണ്, അല്ല ആരാ ലാസ്റ്റ് വരെ ആരാ നിൽക്കണ്, ഓനെ വിജയമായിട്ട് തിരഞ്ഞെടുക്കും 5 ആളെന്ന്. അങ്ങനെ 4 സ്റ്റെപ്പ് മത്സരത്തിൽ നിന്ന് 4 ആളെ തിരഞ്ഞെടുത്തിട്ട് ലാസ്റ്റ് ഒരു ഫൈനൽ മത്സരം വെക്കും. ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല. ഈ പിടുത്തം തന്നെ മെയിനായിട്ട്. അപ്പം ഇതാണ് ഇന്നത്തെ ഗെയിം. തുടങ്ങല്ലേ. എന്നാല് ഗെയിമിൽ പങ്കെടുക്കാൻ വെച്ച ആളുകൾ വരി. എങ്ങനെ പിടിച്ച ഞാൻ ഇപ്പൊ കാണിച്ചിരുന്നില്ലേ? അങ്ങനെ മുന്നോട്ടും പിടിച്ച, ഇങ്ങോട്ടും പിടിച്ച, എങ്ങോട്ടും പിടിച്ച. ഞങ്ങൾ ഏത് കൈ ഉപയോഗിക്കാം. കൈ ഒരിക്കലും വളക്കരുത് കേട്ടോ. ഓക്കെ റെഡി 1 2 ഓക്കെ. കൂടുതൽ പിടിച്ചിരിക്കുന്ന ആളാരെ നോക്കുക കേട്ടോ. കൂടുതൽ നിന്ന ആളായിട്ട് അതിൽ നിന്ന് തെരഞ്ഞെടുക്കുക. കുപ്പിയിടരുതിട്ട് ആരും വെള്ളത്തിന്റെ 5 ലിറ്ററിന്റെ വെള്ളത്തിന്റെ കുപ്പിയാട്ടോ. ഒരു വർക്കൊന്നുമില്ല. ഒക്കെ കൈപ്പണിക്കാരാട്ടോ. റഫീഖുണ്ട്. റഫീഖ് ഒരാൾ പോയോ? ഓൻ വെച്ച് പോയിട്ട് ഒരാള്. മാനു വയ്ക്ക ഫസ്റ്റ് ഓൻ ഇടത്തെ കൈ ഉപയോഗിച്ച്. ഇനി ഇതിൽ ജയിച്ചിട്ട് ഫൈനലിൽ മറ്റേ കളിക്ക് അടുത്ത കളിക്ക് വലത്തെ കൈ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. റഫീഖ ആ മതി പറഞ്ഞ ഒരാൾ ഇറങ്ങി കേട്ടോ. ഇനി 3 ആള് റാസിക്ക്, മാനു, മുസാക്ക. ആ രണ്ടാളായിട്ടോ. ഈ 2 ആള് ബാക്കിയുള്ളൂ കേട്ടോ. ആ കൈ വളഞ്ഞ, കൈ ലേശം വളഞ്ഞു വെച്ച് കുഴപ്പമില്ല. കൈ ഒരിക്കലും മറ്റേമേൽ ജാമായിരുന്നു. ഇവിടെ സപ്പോർട്ട് എടുക്കത്തിട്ടോ. ഇതിന് മൂസാക്ക തെരഞ്ഞെടുത്തിട്ടോ. ഈ കളിന്ന് മൂസാക്ക ഉള്ളത്. ഇനി അടുത്ത കളി, അടുത്ത 5 ആള്. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അതിൽ മൂസാഖാനെ തെരഞ്ഞെടുത്ത്. ഇത് 2ാമത്തെ സ്റ്റെപ്പ് മത്സരാട്ടോ. ഇതിൽ 5 ആള് മത്സരിക്കുന്നുണ്ട്. ഓക്കെ റെഡി അല്ലേ? ഇങ്ങനെ നിർത്തി പിടിക്കാം. ഒരിക്കലും ഇങ്ങനെ അങ്ങനെ ഇനി കൈ മടങ്ങി വെച്ചിട്ട് കുഴപ്പമില്ല. ഇവിടെ ഒരിക്കലും ജാമാകാൻ പാടില്ല. സപ്പോർട്ട് എടുക്കാൻ പാടില്ല. റെഡി 1 2 1000 മുടി വെട്ടിയ കരുത്താണ്. ഓക്കെ സപ്പോർട്ട് കൊടുക്കാൻ മതി. ആ മുട്ടൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. മുട്ട് കുത്താഞ്ഞാ മതി അവിടെ. അടിയിലാരെ കൈ കുത്തുന്നില്ലല്ലോ. ഓക്കെ ഇല്ലല്ലേ, കുത്തല. ആ ഇവ ഇടവൻ കയ്യാനാട്ടോ.
മുസാഖൻ നമുക്ക് സമയം നോക്കാം ലാസ്റ്റ്. അത് സമയം വെക്കാം, ഞാൻ വെച്ചോണ്ട് എഡിറ്റ് ചെയ്യുമ്പോഴേ. ഒരാള് പോയിട്ടോ, റാഫി പോയി. ഇനി 4 ആളുണ്ട് ട്ടോ. ഇല്ല മുട്ട് കുത്തുന്നില്ല. രണ്ടാമത്തെ ആള് പോയി, കയ്യൂലറിട്ട് പോയി. ആ ഇല്ല, അത് ഒരു കണക്കുണ്ട്. എങ്ങനെ പിടിച്ചാലും ഇവിടെ സപ്പോർട്ട് വരുമ്പോഴാണ് കൂടുതൽ ടൈം കിട്ടുക. അല്ലാഞ്ഞ ഒരിക്കലും ടൈം ഒക്കെ കറക്റ്റ് ചെയ്യാറും. പൊന്തിക്കല് പറ്റുമോ? അങ്ങനെ വെക്കുമ്പോ പൊന്ത് സപ്പോർട്ടാവും. അത് പറ്റില്ല കേട്ടോ. അതെ, ഓന്റെ പുറത്ത് എങ്ങനെ കുഴപ്പമില്ല. ഇങ്ങനെ പിടിച്ചാണെങ്കിൽ ആർക്കും പിടിച്ചൂടാ. ഇങ്ങനെ പിടിച്ചാണെങ്കിൽ ആർക്കും പിടിച്ചൂടാ. അന്റെ കൂടെ സപ്പോർട്ടായിട്ടോ. ഇങ്ങനെ പിടിച്ചൂടെ? സപ്പോർട്ട് കുത്തല്ലേ? ഇതിന് പവറില്ല. അവിടെ വെച്ചോ ഇത് സിമ്പിളാ. വെച്ചോ. ഇത് എങ്ങനെ പിടിച്ചാ? എങ്ങനെ പിടിച്ചാ? ഞാൻ കാട്ടിയറാ ഇത് കഴിഞ്ഞിട്ട്. കളിക്കൊരു നിയമമുണ്ട്, അത് ആദ്യം പറഞ്ഞില്ല. ഇതാർക്കും പിടിച്ചാ ലേസ കൊയങ്ങൂച്ചി. എന്റെ ഗ്യാപ്പോടെ ഒഴിവാക്കട്ടോ. അനക്കെന്നെ കിട്ടിയത് ബൈക്ക് കിട്ടൂല. ഏത് അതിന് കൈക്ക് പവർ ഇത് വരില്ല. ഇവ ഇടവൻ കൈ ആയതുകൊണ്ട് നമുക്ക് സംശയമുണ്ട്. എന്തായാലും നീ ഇതോണ്ട് പിടിച്ചോക്കോ. പിടിച്ചൂലാണോ? ജൂലൈയിലെ കളി തുടങ്ങുമ്പോ നിയമം പറഞ്ഞില്ല. ഇതങ്ങനെ പൊടി ഒക്കത്തിൽ എനിക്കൊരു നിയമം ഉണ്ടാവില്ല. ഏതായാലും നോക്കുക എവിടം വരെ എത്തും എന്നുള്ളത്. ഇടവൻ കൈ ആയതുകൊണ്ട് ഓൻ അഭിനയിക്കാണോ ഇനി മുക്കാണോ ഇനി ഇവനെ തോൽപ്പിക്കാൻ പാടില്ല എന്താന്നുള്ള അറിയില്ല. കളി കഴിയട്ടെ ഏതായാലും. ഇത് എത്രയും ഞാൻ കളി തുടങ്ങുമ്പോ കളി തുടങ്ങുമ്പോ ഞാൻ പറഞ്ഞത് അല്ല, ഇവിടെ ടച്ച് ചെയ്തെന്ന് ശരി. ഈ റൗണ്ട് ഇങ്ങനെ പോട്ടെ. ഞാൻ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കാന്ന പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ പിടിച്ചേ അതെ. ഓനേതായാലും ഇനി അടുത്ത 5 ആളുകൾ കേട്ടോ. അടുത്ത 5 ആള് വരുന്നാല്. മറ്റോ ഇങ്ങനെ പിടിച്ചത് ഓൻ ഇടവൻ കൈയാണ്. ഞാൻ ഇങ്ങനെ പിടിക്കുമാണോ ഇങ്ങനെ ആക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഓ ഇങ്ങനെയാണ് പിടിച്ചത്. അപ്പൊ ഫൈനലിൽ ഞാൻ ഒരു അവസരം ഉണ്ടാവില്ല കേട്ടോ. അടുത്ത 3ാമത്തെ സ്റ്റെപ്പ് മത്സരം കേട്ടോ. ഓക്കെ, റെഡി? 1 2 തിരിച്ചു മറിച്ചൊക്കെ പിടിച്ചു. അതൊന്നും കുഴപ്പമില്ല. കൈ മാറ്റാൻ പറ്റുമോ? ഒരാള് നേരത്തെ കാലത്ത് പോയിട്ടോ. ഇനിയുള്ളത് നേരത്തെ പ്രശ്നമാണ് മറ്റേ ആ പിടുത്തം. നമ്മുടെ ജാമാവും ചെയ്യരുത്. ഓക്കെ. ഇത് മറ്റോന്റെ പിടുത്തം അതേമാതിരി ആയിട്ടോ. എന്റെ പിടുത്തോ താരത് ബോട്ടില് പൊന്തട്ടെ.
എല്ലാരും അങ്ങനെ ആയിപ്പോ ആ അതിലിക്കട്ടെ ബോട്ടിൽ പൊന്താത്ത പ്രശ്നമാക്കണ്ട. ആ ഇപ്പൊ കൈക്കൊരു സുഖമായി. രണ്ടാള് ഇനി ഇത് ഞാൻ വിട്ടു ഇനി 3 ആളുണ്ടോ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. തൂക്കി പിടിച്ചാ തൂക്കി പിടിച്ചാന്ന് വെച്ചാല് അതായത് പൊന്തിച്ച് കാണില്ല ഇത് വരിക ഉണ്ടാവില്ല. ഇത് കറക്റ്റാണ്, ഈ പിടുത്തം കറക്റ്റാ. ഞാൻ മുന്നിൽ കറക്റ്റല്ലേ? ആ കറക്റ്റാ. ഇപ്പൊ നിങ്ങൾ 3 ആൾ പിടിക്കണത് കറക്റ്റാണ്. അനസിന്റെ മാത്രം അങ്ങനെ വളഞ്ഞിട്ടുള്ളൂ, കുഴപ്പമില്ല. അനസും ഒക്കെ കണക്കന്നെ. ഈ പിടുത്തും ഈ ഒറ്റ പിടുത്തത്തിലല്ലേ? അഞ്ച് ലിറ്റർ വെള്ളാട്ടായി പിടിച്ച് നിക്കണത്. കൈ അനസ് ഈ പിടുത്താട്ടോ ആദ്യേ പിടിച്ചിക്കണത്. അവിടെ സപ്പോർട്ട് കൊടുക്കരുത്. മേത്തട്ടാൻ പാടിയ ബാബു കൈമാട്ടാൻ പാടിയ ഇല്ല, തട്ടിയില്ല. നമുക്ക് നോക്കണേ, ആരെ നിക്കാൻ നോക്കണം കഴിഞ്ഞിട്ട് വേറെ തുടങ്ങട്ടെ ചില ആളുകൾ. ഇല്ല ബക്കിൽ വെച്ചിട്ടില്ല. ഓൻ ആദ്യനോട് പറഞ്ഞ കിട്ടൂലെന്നുള്ളത്. താജുദ്ദീന്റെ ചെറിയൊരു കൈ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. ഇണ്ടല്ലോ, ഞാൻ എത്ര പൊന്തിച്ച് പിടിച്ചിട്ട് ഫൗളാന്നോ അസൂയോണ്ട് പറഞ്ഞില്ല. കുപ്പി ഒട്ടിച്ചത് വിടൂല. എന്താ കയ്യിലായി അവീന്റെ വൃത്തൊക്കെ എങ്ങനെ ഇത് മനസ്സിന് പുച്ച കളി തുടങ്ങുമ്പോ ഒരു നിയമം പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ തട്ടരുത്. ഇത് വെയിറ്റ് ഉണ്ടോക്കിയാ ഇവിടെ ഇത് വെയിറ്റ് ഉണ്ടോക്കിയാ പൊന്തട്ടോ പിടിച്ചാ മോൾക്ക് പിടിച്ച കുഴപ്പമില്ല. തലന്റെ മേലെ പൊത്തിക്കൽ. ഓക്കെ. ഇത് കൊറേ നേരം നീണല്ലോ ഈ പിടുത്തോ. സിദ്ദീഖിനോട് പറഞ്ഞു ഞാൻ തീരെ പിടിച്ചില്ലാന്ന്. വേറെ ആദ്യം തുടങ്ങിയാണ്. ഇതൊന്നും കളി പെട്ടല്ല. കളി ഇങ്ങനെ പിടിച്ചോ. നമുക്ക് ഫൈനൽ അങ്ങനെ ആക്കാം. ഏതായാലും അങ്ങനെ പോട്ടെ. ഈ കളി ഇതിൽ ആരാ ആദ്യം വെക്ക് വെക്കാം. ബാക്ക് മുന്നിൽ കുടിച്ച് ബാക്ക് കുടിച്ചിട്ട് കാരണം ബാക്ക് കുടിച്ചത് തൂക്കായി തുടങ്ങി. അത് തലന്റെ മേലാവട്ടോ, തലന്റെ മേലായിരുന്നു. കൈ ഇങ്ങോട്ട് പോട്ടോ, ഇങ്ങോട്ട് പോട്ടോ. നിങ്ങള് ഇയാള് പുറത്തുനിന്ന് വന്ന ആളാട്ടോ. ഓക്കെ, ഇനി വലിയ രണ്ടാളുണ്ട്. ഇനി ഫൈനല്
നിയമം മാറ്റം ഉണ്ട് കേട്ടോ. ഈ കളി കൂടുതൽ നിൽക്കുന്നുണ്ട്. ഈ പിടുത്തം ഇതേ പാടുള്ളൂ. ഈ വളമൊന്നും പാടില്ല. ഇതിലാരാ നോക്കുക നമ്മള്? കൈ ടച്ചാലിട്ടോ. നിങ്ങൾ രണ്ടാളിലെ ആരെയും വെച്ച അടുത്ത സ്റ്റെപ്പ് മത്സരം വെച്ച് ഫൈനൽ കളിപ്പിച്ചു. കൊറേ നേരം പിടിച്ചു. അടുത്തത് ഈ പുടുത്താട്ടം ഉണ്ടാക്കുക. ഒരിക്കലും ഇതില്ല, ഇതുമില്ല. ആദ്യം പറഞ്ഞു കൊടുത്ത് പാളിപ്പോയി. വെക്കൂലെന്നുള്ള ഭാഷയാണ്. കൈ ടച്ച് ആവുന്നില്ല കേട്ടോ. എന്തായാലും 5 ലിറ്റർ വെള്ളം ഇങ്ങനെ കുടിക്കട്ടെ. ലേസ ടാസ്ക് തന്നെയാണ്. കയ്യിന്റെ ശക്തി തന്നെയാണ്. ഈ കളി ഇപ്പൊ എത്ര മിനിറ്റ് ആയി? കൊറേ സമയമായില്ലേ? ഇവര് പിടിക്കണതോ? ആ ഒന്ന് 10 മിനിറ്റ് ഒന്നും ആയിട്ടില്ല. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ പിടിച്ചാണേ. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ പിടിച്ചാ അനസും പിടിച്ചാനെ എന്നാലേ കളി തീരുള്ളൂ. ഒന്ന് നിർത്തി പിടിച്ചാ ഓൻ പിടിച്ചാല് പിടിച്ചാ. ഞാൻ നിർത്തി പിടിച്ചോളി, അല്ല ഞാൻ കളി തീരൂല. നിങ്ങളെ ഫൈനലിൽ ഞാൻ കാണിച്ചു രണ്ടാളി. ഞാൻ പുറത്തുനിന്ന് പിടിച്ചാ. നിങ്ങള് ഇനി പൊന്തെടുത്തിട്ടോ. നേരെ ആയിരുന്നിട്ടോ. വേറെ നല്ല ഇനി മടക്കണമല്ലോ. ഇനി ഔട്ടാക്കും, അല്ലെങ്കിൽ കളി തീരൂല. ഇങ്ങനെ പിടിച്ചിക്കണോണ്ട് ഒരുപാട് ടൈം കിട്ടുന്നുണ്ട്. നിങ്ങൾ നിർത്തി പിടിക്കുന്ന വേണം, നല്ല രസമല്ലേ? അല്ല കളി തീരൂല. നിർത്തി പിടിക്ക്. അതിൽ പിടിച്ചിക്ക്. ഇനി അതിൽ താത്തണ പോലെ നിങ്ങൾ തലന്റെ മേലെ കേട്ടോ കുറച്ച് താത്തി കൊടുക്കി. ഓക്കെ, അതിൽ പിടിച്ചിക്ക്. അല്ലെങ്കിൽ കളി തീരൂല. വേറുമ്പോ ജാമ കൊടുക്കണ്ട. കൈ ഇങ്ങോട്ട് മടം ചെയ്യരുത്. ഇങ്ങോട്ട് മടഞ്ഞാല് വേറെ സീൻ വരും. ഓക്കെ, അങ്ങോട്ട് വരട്ടെ. അവര് അല്ല നിർത്തി മുട്ടരുത്. അല്ല കളി തീരൂല. ഇവര് രണ്ടാള് പവർ അവിടെ കളി തീരണ്ടേ. തട്ടുണ്ടോ? വിട്ടുകൊടുത്താ നല്ല സമ്മാനം പോകും. എത്ര നേരെ ഓന് വേറെ തുടങ്ങിട്ടാര്. കൈ മടങ്ങരുത് കൈ മടങ്ങരുത്. മൂപ്പര് പുറത്തുനിന്ന് ആളാ. മൂപ്പര് ഇവിടുന്ന് സമ്മാനം കൊണ്ടുപോയിട്ടേ പോകുന്നത് ഉറപ്പാണ്. സമ്മാനായിട്ട് തന്നെ പോകുന്നുള്ള ഉറപ്പാണ് മൂപ്പര്. അതുകൊണ്ട് വിട്ടുകൊടുക്കൂല എന്നുള്ള. കമ്പോലിക്ക് വരാൻ പോയിട്ട് നമ്മൾ അടുത്ത കളിയിൽ. ഈ കളി കഴിഞ്ഞിട്ട് വേണം ഫൈനൽ വെക്കാൻ. എനിക്ക് തോന്നുന്നില്ല ഇത് ഫൈനൽ വെക്കുമെന്ന്. വലിയ നേരം വെളുക്കോറും പിടിക്കും ഇങ്ങനെയാണെങ്കിൽ. നമ്മളേ ഈ കളി ഇവിടെ നിർത്തിച്ചാണ്ട് ഫൈനൽ വെച്ചാണ്ട് ബലി അതിൽ കൂട്ടിയാലോ? കഴിഞ്ഞ 2 സ്റ്റെപ്പുകളല്ലേ കഴിഞ്ഞ്? അതിലെത്ര ആളുണ്ട്? ഒന്ന് നിങ്ങളോ അബീബോ? ഒരാളുടെ ജുനൈദിന് അതിൽ സംശയം ഉണ്ട്. ഓൻ നോട്ടെ ജുനൈദ്, ഓന്ന് നോട്ടെ. 5 ആൾ വെച്ചിട്ടാക്കിയാലോ? വല്ല കളി എടുക്കാലോ? മറ്റേ വലിയ തീരൂല, വലിയ വെക്കൂല. ഓക്കെ, വെച്ചളി. 2 ആൾ വെക്കി. ഈ കളി കൊറേ ടൈം എടുത്തിട്ട് ഈ കളി. അപ്പൊ ഇത് ഒരിക്കലും തീരുന്നില്ല. ഇനി ഫൈനൽ മത്സരിക്കണ എങ്ങനെ അറിയോ? ഇതിലിപ്പോ പിടിച്ച 2 ആൾക്കാർ കഴിഞ്ഞ കളിയിൽ ഒരു സംശയത്തിൽ 2 ആൾക്കാർ ഇന്നില്ലേ കച്ചറോടിയാണ്ട് ഓല 2 ആൾക്കാർ. പിന്നെ ഫസ്റ്റിലെ കളിയിലെ മൂസാഖാനി. ഇവർ 5 ആളെ വെച്ചിട്ടാണ് ഫൈനൽ മത്സരിപ്പിക്കണേ. ഇപ്പൊ കളിച്ച ലാസ്റ്റിൽ 2 ആൾ കളിച്ചില്ല. അവർക്ക് ചെറിയ റെസ്റ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കളി തുടങ്ങാം ഫൈനല്. എന്നിട്ട് അതിന് വിജയികളെ തെരഞ്ഞെടുക്കുക, സമ്മാനം കൊടുക്കുക, പിരിച്ചുവിടുക.
എല്ലാരോടും ഞാൻ പറഞ്ഞുതരട്ടോ. ഇതാക്കണ് ഫൈനലിൽ മത്സരിക്കണ ആളുകളോട്, ഫൈനലിൽ മത്സരിക്കണ 5 ആളുകളോട് ഞാൻ പറഞ്ഞുതരാം. ഈ പിടുത്തം ഫ്രണ്ട് കാട്ട പിടിക്കേണ്ടത്. ഇങ്ങനെയും പിടിക്കാം, ഇങ്ങനെ മടക്കേണ്ട പരിപാടി ഒരിക്കലും ഇല്ല. അങ്ങനെ മടക്കിയ ഓൻ ഔട്ടാണ്. അങ്ങനെ ആരാ ആദ്യം വെക്കണത് ഓലക്ക് ബോട്ടില് തിരിക്കാം. ഇങ്ങനെ ഈ മടക്കല് പറ്റില്ല, കൈ വെന്റാൻ പാടില്ല. അതന്നെ കളി. അപ്പൊ നിങ്ങൾക്ക് ഓൽക്ക് റെസ്റ്റ് മതിയെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. കളി ഇരുട്ടായിട്ടുണ്ട്. ആളുകൾ വരാൻ നേരം പോയി. എല്ലാവരും ടൂറിലാണ്, പെരുന്നാളിന്റെ ടൂറിലാണ് എല്ലാവരും. ടൂർ കഴിഞ്ഞ് നിന്നിട്ടാണ് ഇനി കളി ദമ്മാവുള്ളൂ. അപ്പൊ ഇനി ഇന്നത്തെ കളി ഇങ്ങനെ വെച്ചാൽ ആള് കുറഞ്ഞിട്ടാണ്. അപ്പൊ ഇനി അടുത്ത കളി അടിപൊളി കളികളൊക്കെ പോകും. കമ്പവലി പലയാതി കളികളും വരാണ്ട്. അപ്പൊ അതൊക്കെ ഒരു 2 ദിവസം കഴിഞ്ഞാൽ കളികളൊക്കെ ഉണ്ടാവും. ആളുകൾ കൂടും. അപ്പൊ നമ്മൾ കളി തുടങ്ങാം കേട്ടോ. ഫസ്റ്റില് മത്സരിക്കണത് മൂസാക്ക. ഇവൻ പുറത്തുനിന്ന് വന്നാട്ടോ, പൊട്ടപ്പുറത്തുനിന്ന് വന്ന ആളാണ്. നിങ്ങളെ പേര്? ഉദയ പുളിക്കലിന്റെ വടംബലിന്റെ ആളാണ് ഇവൻ മെയിനായിട്ട്. ഇത് അനസാണ്, ജുനൈദ്, അബീബ്. ഫൈനലിൽ മത്സരിക്കണ 5 വ്യക്തികൾ. ഇതിൽ ആർക്കാ കൈയിന്റെ പവർ നമ്മൾ തെളിയിക്കാൻ പോവാണ്. ഓക്കെ, റെഡി, 1 2 മുന്നിക്ക് നിർത്തി പിടിച്ചോളൂ. ഓക്കെ, ഇതാണ് മത്സരം. ഇതിന്ന് ഇപ്പൊ തെരഞ്ഞെടുക്കും. ഫോണൊക്കെ അടിക്കുന്നുണ്ട്. കയ്യിൽ മടങ്ങിയാൽ ഒന്ന് സൈഡ് പരിപാടി അവിടെ നിന്ന് പിടിച്ചോ. ഓക്കെ, ഒരു കൈ പിടിക്കണ നേരെ കാണണ്ടോക്ക്. ആരെങ്കിലും വളഞ്ഞാ പറഞ്ഞോളിട്ടോ. കാണികളൊക്കെ മുന്നിലാട്ടുള്ളത് വല്ല കൈ പിടിക്കണ കാണാൻ വേണ്ടിട്ടേ. മടങ്ങ താകാനും പാടില്ല കേട്ടോ. ഇനി കൂടുതൽ ഓലത്ര റൈറ്റ് ഇല്ലാത്തോടത്ത് ഇല്ല. വളഞ്ഞല്ല, മൂപ്പര് കൈ മറച്ചാണ്, സീനില്ല. ഓക്കെ, മൂസാക്ക വെച്ചിട്ടോ. രണ്ടാള് പോയി. ഓക്കെ ഓക്കെ, ഒരു ഇടവൻ കയ്യനും വലവൻ കയ്യനാട്ടോ ഉള്ളത്. ഓക്കെ, ഇവ ഇടവൻ കയ്യാട്ടോ. 2 മത്സരാർത്ഥികള്. ഇല്ല, ഓന്റെ കുറച്ചപ്പോ അങ്ങനെ. ഓക്കെ, മനസ്സിലായി. ഞാൻ എന്റെ കൈ ഇവൻ പറഞ്ഞാലും കയ്യോ മറച്ചിട്ടില്ല കേട്ടോ. അത് ഇനി താന്നാൽ ഔട്ടാട്ടോ. എന്റെ കൈ ഇനി താന്ന ഔട്ടാട്ടോ. അൻസിന് മുക്കലും വറക്കലും ഒക്കെ തുടങ്ങിന്ന്. നല്ല ടാസ്കാ പരിപാടി. ഇല്ല കൈ മറത്ത. ഇല്ല മടങ്ങിട്ടില്ല. മടങ്ങി ഓൻ കൈ ഏത് മടങ്ങി തന്നെ വെച്ചാ ഇഞ്ഞേ അബി ഈ പുറത്തോട്ട് പാടുള്ളൂ. പിടിച്ചോ, നിങ്ങളുണ്ടാളോ കണ്ടോളൂ. ഓക്കെ, ഷോളറിന്റെ ഹൈറ്റില് പിടിച്ചോ പിടിച്ചിട്ടേന്. അതന്നെ അതിലെ ഫൈനലിൽ ചെറിയൊരു ഫൗൾ എന്നോടാണ് ഞാൻ രണ്ടാമതേ. കൈ മാറ്റിക്കോളി, പ്രശ്നമില്ല. ഓക്കെ, ഈ പിടുത്തട്ടോ. ഓക്കെ, റെഡി. ഇനി ഇതിൽ താന്നാല് രക്ഷയില്ല കേട്ടോ. അന്റെ പൊന്തരുത്തിട്ടോ. ഇനി കൂടുതൽ ഇനി പൊന്തിക്കാണി തലക്ക് സപ്പോർട്ട് കൊടുക്കണില്ല. ഇതില് അനസ പോവാ. അബിവ് കൈ മാറ്റിയാണ്. അൻസ് മാറ്റിയാണ്, കൈ മാറ്റിയാണ്. ഓക്കെ, രണ്ടാൾ കൈ മാറ്റിയാണ്. നോക്ക നമ്മള് ഇനി കൈ മടങ്ങിയ ഷോളറിന്റെ അടിക്ക് താകെ ചെയ്യരുത് കേട്ടോ. അബിയോ ഇനി താരത്തിട്ടോ. അബിയെ
ഓന് പിന്നെ ഒരു ചൊറിഞ്ഞ സ്വഭാവം എന്തോ ദേഷ്യം ഉണ്ടല്ലോ അപ്പൊ ഒരിക്കലും സമ്മാനം കൊടുക്കാൻ പോകട്ടെ. അവളെ പിന്നെ കളി ഇട്ടായിട്ടുണ്ട് ഒരുപാട്. ഇതില് ലാസ്റ്റ് പ്രൈസ് കിട്ടിയ നമ്മളെ പുറത്തുനിന്ന് വന്ന ഷാഫി പറഞ്ഞ ആളാണ്. വാ വരി, അത് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും വില മാറ്റമുണ്ട്. അപ്പൊ ഷാഫിക്ക് സമ്മാനം കൊടുക്കും. മുമ്പ് കളിക്കായിട്ട് വന്നാണ്. റിയാസ് പറഞ്ഞ ആളാണ്. ഓക്കെ, ഞാൻ കളിക്കൊന്നുമില്ല കളി കാണാൻ വേണ്ടി വന്നാൽ കളിച്ച് വിജയിച്ച് സെക്കൻഡ് അല്ല തേർഡ് പ്രൈസ് വേണ്ടി പോവാണ് ആള്. ഓക്കെ, തേർഡ് പ്രൈസ്. ഇനി സെക്കൻഡ് പ്രൈസ് അനസ്. ഇതാണ് സെക്കൻഡ് പ്രൈസ്. സെക്കൻഡ് പ്രൈസിന് അനസിന് നിങ്ങൾ വരി, നമ്മളെന്നെ കൊടുക്കുക. നിങ്ങൾ വന്നാള് അവന് കൊടുക്കുക. റിയാസിന് നമ്മളെ കളിയിൽ പങ്കെടുക്കാൻ വന്ന ആള് കൊടുക്കണം. അവൻ വിട്ട് കൊടുത്താന്നാ പറയണത്. ഓക്കെ, സെക്കൻഡ് പ്രൈസ്. ശരി, ഇനി ഫസ്റ്റ് പ്രൈസ് നേടിയ അബി വർണാക്ക് വരി. നാസുറു ഇന്നും മൂപ്പര കാരണല്ല കൊടുക്കല് ഇന്ന് ഇതാ. അപ്പോ കളി ഇവിടെ അവസാനിപ്പിച്ച്. കളി ഇരുട്ടായിട്ടുണ്ട്. ഇനി അപ്ഡേഷൻ നാളെ വരും. ഇനി ഇപ്പൊ എല്ലാവരും പെരുന്നാളിന്റെ ടൂറിലാണ്. പെരുന്നാളിന്റെ ടൂർ ഇപ്പോൾ നാളെ കഴിഞ്ഞ് എല്ലാവരും എത്തും. അപ്പൊ ഇന്നിപ്പോ ആകെ 10 രൂപ ആളുള്ളൂ. കാണികളൊന്നും ബാക്കിലല്ല, ഒക്കെ മുൻഭാഗത്താന്നല്ല. ആളുകൾ പിടിച്ചു നിൽക്കുന്നത് കാണാൻ വേണ്ടി എല്ലാവരും മുന്നിക്കാൻ നിന്നത്. ആളുകളുടെ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ബെൽ ബട്ടൺ ഓളാക്കി വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. പിന്നെ ഷെയർ, കമന്റ്, ലൈക്കുകളൊക്കെ പറ്റ കുറവാണ്. അപ്പം നമ്മളെ പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് വിജയിപ്പിച്ച് തരണം. അപ്പോൾ ഇനിയുള്ള അടിപൊളി കളികളുമായിട്ട് നമ്മളെ NR ഗെയിമിംഗ് ചലഞ്ച് എന്ന ചാനൽ ഇനിയും വരും. ഓക്കെ, എല്ലാവരോടും ബൈ. ശരി.